In this video, let us discuss about hybridization involving d orbitals. First one is sp3 dehybridization. So here one s orbital, 3 p orbitals and 1 d orbital of the same shell participate combine to give sp3 dehybridization. And it has the geometry trigonal bipyramidal and the bond angles are 90 degree and 120 degree. PF5 and PCl5 are examples which give sp3d hybridization. Here the central atom is phosphorus. Its electronic configuration is 1s2, 2s2, 2p6, 3s2 and 3p5. So here you can see the representation of PCl5. Phosphorus has to form 5 sigma bonds with 5 chlorine atoms. For that we require 5 hybridized orbitals. Phosphorus 5 ക്ലോറിനുമായിട്ട് 5 സിഗ്മ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ സെൻട്രൽ ആറ്റമായ ഫോസ്ഫറസിൽ 5 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ വേണം. ഓരോന്നിലും എങ്ങനെ വേണം? ഓരോ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണും കൂടെ വേണം. സോ നമ്മുടെ 3s ഓർബിറ്റലും 3p ഓർബിറ്റലും 3d ഓർബിറ്റലും കൂടെ മിക്സ് ചെയ്തിട്ട് sp3d ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യുന്നു. ഓരോ sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലും ഓരോ അൺപെയർഡ് ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഓരോ sp3d ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിനും ഓരോ ക്ലോറിന്റെ 3pzലെ ഒരു അൺപെയർഡ് ഇലക്ട്രോണുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് സിഗ്മ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ 5 സിഗ്മ ബോണ്ട്സ് ആണ് ഫോം ചെയ്യുക. ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയാണ്. സോ PCl5 3sൽ നമുക്ക് പെയർഡ് ഇലക്ട്രോൺ ആണ്, 3s2 ആണ്. ഐസൊലേറ്റഡ് ഫോസ്ഫറസിന്റെ കേസാണിത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 3s2 പെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ദെൻ 3pയിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ ഫോസ്ഫറസിന്റെ 3d empty ആണ്. സോ empty ആയിട്ടുള്ള 3dയിലേക്ക് 3s1ലുള്ള ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് ഒരേ എനർജിയിലുള്ള ഒരേ സിമെട്രിയിലുള്ള 5 sp3d ഓർബിറ്റൽസ് കണ്ടെയ്നിങ് അൺപെയർഡ് ഇലക്ട്രോൺസ് നമുക്ക് 5 sp3d ഓർബിറ്റൽസ് ഉണ്ട്. ഈ 5 sp3d ഓർബിറ്റൽസും അലൈൻ ചെയ്തിരിക്കുന്ന ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിലാണ്. ഓരോ sp3d ഓർബിറ്റൽ അൺപെയർഡ് ഇലക്ട്രോണുള്ള ഓരോ sp3d ഓർബിറ്റലിലേക്കും ക്ലോറിന്റെ 3pz ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിലുള്ള PCl5 മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ഇനി sp3 ഹൈബ്രിഡൈസേഷൻ ഓഫർ ചെയ്യുന്ന ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ 5 sp3d hybridized orbitals which are directed to the corners of an equilateral triangle to the corners of a trigonal bipyramidal geometry. അതിൽ നമ്മുടെ 3 sp3d hybridized orbitals എങ്ങനെയാണ്? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പോലെയാണ് എക്സിസ്റ്റ് ചെയ്യുക അല്ലെ. അപ്പൊ 5 sp3d hybridized ഓർബിറ്റൽ 5 PCl സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ 3 എണ്ണം നമുക്ക് നോക്കിയാൽ കാണാം ഒരു ട്രയഗണൽ പ്ലാനാർ ജോമെട്രിയിൽ ഒരു പ്ലെയിനിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അത് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ നിൽക്കുന്ന ഈ ഒരു PCl3 പോലെയുള്ള സിസ്റ്റം ആണല്ലേ. അതിൽ ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയാണ്. അടുത്ത 2 PCl ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്ലെയിനിന് റൈറ്റ് ആംഗിൾ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രി ആംഗിളിലാണ് അടുത്ത 2 PCl ബോണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വിറ്റോറിയൽ പ്ലെയിനിലുള്ള PClഉം ഇതിന് നമ്മൾ ആക്ഷ്യൽ എന്ന് പറയും. ആക്ഷ്യൽ പ്ലെയിനിലുള്ള PCl ബോണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റോറിയൽ ബോണ്ടും ആക്ഷ്യൽ ബോണ്ടും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയും ഇക്വിറ്റോറിയൽ ബോണ്ടുകൾ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയുമാണ്. ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും നമ്മുടെ ഈ ആക്ഷ്യൽ PCl ബോണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആണ്. ഇക്വിറ്റോറിയൽ ബോണ്ടുകളെക്കാളും കുറച്ചുകൂടി ഇലോങ്ങേറ്റഡ് ആണ് ഈ ആക്ഷ്യൽ PCl ബോണ്ടുകൾ രണ്ടെണ്ണവും. കാരണം എന്താന്ന് വെച്ചാൽ ഈ Cl ആക്ഷ്യലിലുള്ള Clനെ 3 ക്ലോറൈഡ്സ് അല്ലെ 3 PCl ബോണ്ട് പെയർസ് ആണ് ഈ ആക്ഷ്യൽ പൊസിഷനിൽ വരുന്ന PClനെ ക്ലോറിനെ റിപ്പൽ ചെയ്യുക. ഇവിടെയും അതേപോലെ തന്നെ ആ റിപ്പൽഷൻ കൂടുതലായതുകൊണ്ട് ഈ ബോണ്ടുകൾ ഇലോങ്ങേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് എങ്ങനെയാണ് വീക്കർ ബോണ്ട്സ് ആയിരിക്കും അല്ലെ. വീക്കർ ബോണ്ട് ആയതുകൊണ്ട് ഈസി ആയിട്ട് അതിന് ബ്രേക്ക് ചെയ്ത് നമ്മുടെ PCl ഡിസോസിയേറ്റ് ചെയ്ത് PCl3 ആയിട്ട് മാറാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതേസമയം ഇക്വിറ്റോറിയൽ ബോണ്ടുകൾ നോക്കുവാണെങ്കിലോ, ഇക്വിറ്റോറിയൽ ബോണ്ടുകൾ നമ്മൾ നോക്കുമ്പോൾ only 2 ആക്ഷ്യൽ ബോണ്ട്സ് ആണ്, ആക്ഷ്യൽ ബോണ്ട് പെയർസ് ആണ് ഇതിനെ റിപ്പൽ ചെയ്യുക. ഈ ഒരു
പർട്ടിക്കുലർ PCl ബോണ്ട് നോക്കുവാണെങ്കിൽ റിപ്പൽ ചെയ്യാനായിട്ട് ഇവിടെ 2 ആക്ച്വൽ ബോണ്ട്സേ ഉള്ളൂ. അപ്പോൾ റിപ്പൽഷൻ കുറവാണ്. ഈ ബോണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനേക്കാളും റിപ്പൽഷൻ കുറവാണ് ഈ ഒരു ബോണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിപ്പൽഷൻ കുറഞ്ഞത് കൊണ്ട് തന്നെ ഈ PCl ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരിക്കും, ബോണ്ട് ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ ആക്ച്വൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 219 പൈക്കോമീറ്റർ ആണെങ്കിൽ ഇക്വിറ്റോറിയൽ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 204 പൈക്കോമീറ്റർ ആണ്. ഓക്കെ, അപ്പം PCl5ന്റെ സ്റ്റെബിലിറ്റി കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? PCl3യിൽ ആക്ച്വൽ PCl ബോണ്ട്സിനെ 3 ഇക്വിറ്റോറിയൽ ബോണ്ട് പെയേഴ്സ് ആണ്, PCl ബോണ്ട് പെയേഴ്സ് ആണ് റിപ്പൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആക്ച്വൽ ബോണ്ട് ലെങ്ത് കൂടുതലും ആ ബോണ്ട് വീക്കറും ആയിരിക്കും. സോ PCl5 അല്ലെങ്കിൽ PF5 sp3d ഹൈബ്രിഡൈസേഷൻ ആണ് തരിക. ജോമെട്രി എന്ന് പറയുന്നത് ട്രയഗണൽ ബൈപിരമിഡൽ ആണ്. അതിൽ 3 PCl ബോണ്ടുകൾ ഇക്വിറ്റോറിയൽ പൊസിഷനിലും 2 PCl ബോണ്ടുകൾ ആക്ച്വൽ പൊസിഷനിലുമാണ്. ഇക്വിറ്റോറിയൽ ബോണ്ടുകൾ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. ഇക്വിറ്റോറിയൽ ബോണ്ടുകൾ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആണ്, ബോണ്ട് ലെങ്ത് കുറവാണ്. ആക്ച്വൽ ബോണ്ടും ഇക്വിറ്റോറിയൽ ബോണ്ടും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. ആക്ച്വൽ ബോണ്ട് വീക്കർ ആണ്, അതിന്റെ ബോണ്ട് ലെങ്ത് കൂടുതലാണ്. ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു. Another example for hybridization involving d orbital is sp3d2 hybridization. Here we have 1 s orbital, 3 p orbital and 2 d orbitals. Okay, so 1 s orbital, 3 p orbital and 2 d orbitals of the same shell participate and give rise to sp3d2 hybridization. ഇതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആണ്. ഒക്ടാഹെഡ്രൽ ഷേപ്പിൽ ഓരോ ബോണ്ടുകളും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഈക്വൽ ബോണ്ട്സ് ആണ് ഉണ്ടാവുക. അപ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ SF6 നമുക്ക് പറയാം. സൾഫറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 1s2, 2s2, 2p6, 3s2, 3p4 ഈ രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. വാലൻസ് ഷെൽ എന്ന് പറയുമ്പോൾ 3s2, 3p4 ആണ്. 3sൽ പെയർഡ് ഇലക്ട്രോൺ ആണ്, 3pയിൽ ഒരു ഓർബിറ്റലിലും പെയർഡ് ഇലക്ട്രോൺ ആണ് ഉള്ളത്. ഇനി നമുക്ക് സൾഫറിന് 6 ഫ്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 6 ഓർബിറ്റൽസ് വേണം. അതിനുള്ള വഴി എന്താണ്? ഓരോന്നിലും അൺപെയർഡ് ഇലക്ട്രോണും വേണം. അപ്പോൾ നമുക്ക് ഈ 3sലെ ഒരു ഇലക്ട്രോണിനെ ഈ 3dയിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കാം, 3pയിലെ ഒരു ഇലക്ട്രോണിനെ 3dയിലേക്ക് എക്സൈറ്റ് ചെയ്യിപ്പിക്കാം. സോ നമുക്ക് there are total 6 sp3d2 hybridized orbitals and each of them contains one unpaired electron. So they are ready for forming bonds with fluoride, 2pz orbital of fluorine atoms. Okay, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഒക്ടാഹെഡ്രൽ ഷേപ്പിലുള്ള SF6 മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ബോണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. സോ എനർജി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3s2 ഐസൊലേറ്റഡ് സൾഫർ ആറ്റം ആണ്. 3s2, 3p2 here unpaired electrons, so they combine with mix with 2 d orbitals forming 6 sp3d2 hybridized orbitals having equal energy, and all of them contain unpaired electrons and they can easily overlap with the 2pz1 electron, 2pz orbital containing 1 electron of the fluorine atom. So they form 6 sigma bonds. You can see here the central sulfur atom and the 6 hybridized orbitals, they take the form of an octahedral geometry, and to each of these orbitals containing unpaired electron, the fluorine 2pz orbital of fluorine is overlapping, forming 6 sigma bonds with the overall geometry octahedral. So as we just mentioned, in the case of SF6 there are 6 sp3d2 hybridized orbitals which are directed towards the corners of a regular octahedron. These 6 sp3d2 hybridized orbitals combine with half-filled 2pz orbital of fluorine atom to form 6 SF sigma bonds. All SF bonds are of equal length and with bond angle of 90 degree. So here in the case of SF6 we have a regular octahedron and the equatorial and axial bond angles are the same, and the bond lengths are the same and the bond angle is 90 degree. Here we have sp3d3 hybridization where 3 d orbitals are involved in the hybridization. Example for such system is IF7. Okay, so there are 7 sp3d3 hybridized orbital, 1s, 3p and 3d orbitals atomic orbitals combined to give 7 hybridized sp3d3 hybridized orbitals.
So this is the ground state electronic configuration of iodine, especially the valence shell orbital configuration 5s2 5 px2 py 5 py2 5 pz1. And to combine with 7 fluorines we require 7 hybridized orbitals containing unpaired electrons. So we can excite one of these 5s electron to 5d, then this electron to 5d, and this electron also to another 5d orbital. So we will get 7 sp3, and they combine, they intermix to form hybridized orbital, sp3d3 hybridized orbital. So here we have 7 sp3 hybridized orbital containing unpaired electron. Each of them can overlap with 2pz containing unpaired electron of fluorine, forming 7 IF sigma bonds. And the geometry is, when the hybridization is sp3d3, the geometry is pentagonal bipyramidal geometry. Pentagonal bipyramidal geometry. Here all the 7 bonds are not equivalent. Bond lengths are different. Okay. And here you can see 5 of the IF bonds are directed into the vertices of a regular pentagon. അല്ലേ, നമ്മുടെ 7 IF ബോണ്ട് ഉണ്ട്, അതിൽ 5 IF സിഗ്മ ബോണ്ട്സ് ഒരു റെഗുലർ പെന്റഗൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക ഒരു പ്ലെയിനിൽ. ഈ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഒരു പെന്റഗണൽ ജോമെട്രിയിലാണ് ഈ 5 ബോണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യുക. അത് തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 72 ഡിഗ്രിയാണ്. പെന്റഗണൽ ഇക്വിറ്റോറിയൽ അറേഞ്ച്മെന്റിലെ ഓരോ IF ബോണ്ടുകളും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 72 ഡിഗ്രിയാണ് നമുക്കിവിടെ കാണാം. ഇനി റിമൈനിങ് 2 IF ബോണ്ടുകൾ ആക്ഷ്യൽ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുക. ആക്ഷ്യൽ ബോണ്ടും ഇക്വിറ്റോറിയൽ ബോണ്ടും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പം പെന്റഗണൽ ബൈപിരമിഡൽ ജോമെട്രി ഉള്ള sp3d3 ഹൈബ്രിഡൈസേഷൻ വരുന്ന IF7 മോളിക്യൂളിൽ 2 തരം ബോണ്ട് ആംഗിൾ ഉണ്ട്. ഇക്വിറ്റോറിയൽ ബോണ്ടുകൾ തമ്മിലുള്ള ആംഗിൾ 72 ഡിഗ്രിയും ആക്ഷ്യലും ഇക്വിറ്റോറിയൽ തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയുമാണ്. ബോണ്ട് ലെങ്ത്, ആക്ച്വൽ ബോണ്ട് ലെങ്ത് കൂടുതലായിരിക്കും ഇക്വിറ്റോറിയലിനേക്കാളും. ആ റിപ്പൾഷൻ കൂടുതലായതുകൊണ്ട് ഈ ഒരു IF ബോണ്ടിന് 5 IF ബോണ്ട് പെയറിൽ നിന്നുള്ള റിപ്പൾഷൻ ആണ് കിട്ടുക. അതുകൊണ്ട് ഈ IF ബോണ്ട് വീക്കർ ആയിരിക്കും, ഇലോങ്ങേറ്റഡ് ആയിരിക്കും.